പോരാടി ഓട്ടമോടിടാം, വല്ലവന്റെ നല്ല പാത പിന്തുടർന്നിടാം. നല്ല പോരാട്ടം പോരാടി ഓട്ടമോടിടാം, വല്ലവന്റെ നല്ല പാത പിന്തുടർന്നിടാം. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. പ്രൈസ് ദി ലോർഡ്. ദ ഷെപ്പേഴ്സ് ആർപ്പിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പ്രഭാതത്തിലെ വചന ചിന്തയ്ക്കായി വിശുദ്ധ തിരുവെഴുത്തിൽ നിന്ന് ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. യെശയ്യാപ്രവചനം 45-ാം അധ്യായം 19-ാം വാക്യം. വ്യർത്ഥമായി എന്നെ അന്വേഷിപ്പീൻ എന്നല്ല കൽപ്പിച്ചിരിക്കുന്നത്, യഹോവയായ ഞാൻ നീതി സംസാരിക്കുന്നു, നേരുള്ളത് പ്രസ്താവിക്കുന്നു. ലോകത്തിലെ സകല നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും എല്ലാം വ്യർത്ഥമായി തീരുന്ന ചില സന്ദർഭങ്ങളുണ്ട്. എത്ര കാശ് നമുക്കുണ്ടെങ്കിലും അത് ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യം ചിലപ്പം വരും, അല്ലെങ്കിൽ അതുകൊണ്ട് വലിയ പ്രയോജനമില്ലാത്ത സാഹചര്യങ്ങൾ വരും. എന്ത് തന്നെ സ്ഥാനങ്ങളും മാനങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അതൊന്നും ഉപയോഗപ്രദമല്ലാത്ത ചില സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാം. എന്നാൽ ദൈവവചനം പറയുന്നു, ദൈവത്തെ അന്വേഷിക്കുന്നത് വ്യർത്ഥമല്ല. സീക്ക് ഗോഡ് ഈസ് നോട്ട് ഇൻ വെയിൻ. ദൈവത്തെ അന്വേഷിക്കുന്നത് വ്യർത്ഥമല്ല. ഈ അധ്യായത്തിൽ തന്നെ യെശയ്യാപ്രവചനം 45-ന്റെ 18-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ആകാശത്തെ സൃഷ്ടിച്ച ദൈവം ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവൻ തന്നെ ദൈവം, അവൻ ഭൂമിയെയും നിർമ്മിച്ചുണ്ടാക്കി, അത് വ്യർത്ഥമായിട്ടല്ല, പാർപ്പിനത്രേ അവൻ സൃഷ്ടിച്ചത്. അപ്പോൾ ദൈവത്തിന്റെ സകല സൃഷ്ടിക്കും പിന്നിൽ ദൈവത്തിനൊരു പർപ്പസ് ഉണ്ടായിരുന്നു. ദർ ഇസ് എ പർപ്പസ് ഫോർ എവരി ക്രിയേഷൻ. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിന് ഒരു പർപ്പസ് ഉണ്ട്, ആകാശത്തെ സൃഷ്ടിച്ചതിന് ഒരു പർപ്പസ് ഉണ്ട്, സൂര്യചന്ദ്രാദികളെ സൃഷ്ടിച്ചതിന് ഒരു പർപ്പസ് ഉണ്ട്, ഭൂമിയെ സൃഷ്ടിച്ചതിന് ഒരു പർപ്പസ് ഉണ്ട്. ദൈവത്തിൻ്റെ പർപ്പസ് പ്രകാരമാണ് നാം ഈ ഭൂമിയിലായിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്രിയേറ്റീവായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ നമ്മെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ പർപ്പസ് മനസ്സിലാക്കിയാൽ നമുക്ക് ദൈവം ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു പ്രൊഡക്ടിവിറ്റി ആയിട്ടുള്ള ഒരു റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ലൈഫ് നയിക്കുവാൻ പറ്റത്തുള്ളൂ. ഇന്ന് പകൽക്കാലം ഈ വചനത്തിന് മുമ്പാകെ നമ്മെ സമർപ്പിക്കാം. ദൈവഹിതം തിരിച്ചറിയുവാനും ദൈവ ഇഷ്ടത്തിനായി സമർപ്പിക്കപ്പെടുവാനും ഇടയായിത്തീർന്നാൽ ദൈവത്തിൻ്റെ പദ്ധതി നമ്മളിൽ വേഗം പൂർത്തിയായി തീരുവാനിടയായിത്തീരും. ഈ റോമാലേഖനത്തിലെ നമ്മൾ അബ്രഹാമിൻ്റെ ഒരു വിശ്വാസത്തെ പറ്റി വായിക്കുന്നുണ്ട്. അവിടെ വായിക്കുന്നത്, മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അവൻ നമുക്കെല്ലാവർക്കും പിതാവാകേണ്ടത് തന്നെ. അവിടെ വായിക്കുന്നത്, മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുകയും ചെയ്യുന്ന ദൈവം. നമുക്കറിയാം അതിൻ്റെ സാഹചര്യം. അബ്രഹാമിനെ വളരെ വർഷങ്ങൾ കാത്തിരുന്നതിന് ശേഷം ദൈവം ഒരു മകനെ ഇസ്ഹാക്കിനെ നൽകി. എന്നാൽ ഇസ്ഹാക്കിനെ താൻ സ്നേഹിക്കുന്ന ഏകജാതന മകനെ തന്നെ യാഗമർപ്പിക്കണം, ദൈവത്തിന് ആരാധനയായി സമർപ്പിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് പ്രയാസമുള്ള കാര്യമാണെങ്കിലും അത് പ്രയാസപ്പെടാതെ അബ്രഹാം പൂർണ്ണ മനസ്സോടെ ദൈവത്തിനായി സമർപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെ അബ്രഹാം വിശ്വസിച്ച ഒരു കാര്യമാണ് റോമാലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് തൻ്റെ മകനെ യാഗപീഠത്തിൽ കടത്തുന്ന സമയത്തും അതിനുള്ള ഒരുക്കങ്ങൾ ചെയ്യുമ്പോഴും തൻ്റെ ഹൃദയത്തിലുണ്ടായ ചിന്ത ഒന്നാണ്. ആ ചിന്തയാണ് നമ്മളിവിടെ വായിച്ചത്, മരിച്ചതിനെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുകയും ചെയ്യുന്ന ദൈവം. ആ വിശ്വാസമാണ് അബ്രഹാമിനെ പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ പൂർണ്ണ വിശ്വാസത്തോടെ പൈതലിനെ യാഗമായി സമർപ്പിക്കുവാൻ തയ്യാറായത്. ഇന്ന് പകൽക്കാലം ആ ദൈവത്തെ അന്വേഷിക്കുന്ന മനുഷ്യരെ സ്നേഹിക്കുന്ന ദൈവം, വിടുവിക്കുന്ന ദൈവം, ഇല്ലാത്തതിന് ഉള്ളതുപോലെ ആക്കുന്ന ദൈവം, സകലത്തെ സൃഷ്ടിക്കുന്ന ദൈവം. നമ്മുടെ ജീവിതത്തിൽ നാം ഭാരപ്പെടുന്ന വിഷയങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു സൃഷ്ടി നടത്തുവാൻ, നമ്മുടെ ആവശ്യങ്ങളിൽ ഒരു സൃഷ്ടി നടത്തുവാൻ നമ്മുടെ ദൈവത്തിന് മതിയായവനാണ്. അവനിൽ പൂർണ്ണമായി ആശ്രയിച്ച് ഇന്ന് പകൽക്കാലം നാം സമർപ്പിക്കപ്പെടുന്നെങ്കിൽ ആ ദൈവത്തിൻ്റെ പ്രവൃത്തി ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനിടയായി തീരും. നമുക്ക് കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, വചനം കേൾക്കുന്ന നിന്റെ ജനത്തെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ബാലസിംഹങ്ങളും ഇരകെട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു
നന്മയ്ക്കും കുറവില്ലെന്ന് കടവനത്തിൽ നിങ്ങൾ വായിക്കുന്നില്ല കർത്താവേ. നിന്നെ അന്വേഷിപ്പാൻ, ആമേ സ്തോത്രം, പൂർണ്ണമായ ദൈവത്തിൽ വിശ്വസിപ്പാനും സമർപ്പിപ്പാനും ദൈവിക നന്മകൾ അനുഭവിപ്പാനും വചനം കേൾക്കുന്ന നിന്റെ ജനത്തെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മഹത്വം കർത്താവെടുത്തായിട്ട് പ്രാർത്ഥന കേൾക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ.